എന്നിട്ട് ഗിരി മഞ്ജുവിനെ നോക്കി ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ ഭാഗ്യമാണ് ഇവളെ കിട്ടിയത്. ദൈവമെല്ലാം മനസ്സിലാക്കി തന്നെയാണ് എനിക്ക് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ തന്നെയാണ് എനിക്ക് തന്നത്. പോലീസുകാരോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇവളോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷേ ഇവളെൻ്റെ ഭാഗ്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഞ്ജുവിനെ നോക്കി കിടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നേരം വെളുത്ത് മഞ്ജു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഗിരിയുടെ വയ്യാത്ത കയ്യിൽ മഞ്ജു കിടക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ തന്നെ മഞ്ജു ഞെട്ടി എഴുന്നേറ്റിട്ട്, അയ്യോ ഗിരിയേട്ടാ, ഇതെപ്പോഴാണ് ഞാനിങ്ങനെ കയറി കിടന്നേ, അയ്യോ ഞാൻ അറിയാതെ കടന്നു പോയതാണ്, കൈക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, നല്ല ആശ്വാസമുണ്ട്, നല്ലോണം ഭേദമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ശരിയാണോ ഈ പറഞ്ഞതെന്ന് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതേ, നല്ല വ്യത്യാസമുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ജു അപ്പോൾ തന്നെ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാൻ ഇനി ജോലിക്ക് പോയിക്കോട്ടെ, ലീവ് ക്യാൻസൽ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ, അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗിരി ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ഗിരി പറയുന്നുണ്ട്, ചെറുതായിട്ടൊരു വേദന ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ല ഗിരിയേട്ടൻ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഒരുവിധം ഓക്കെ ആയെങ്കിൽ ഞാൻ പോകട്ടെ, വനിതാ കോൺസ്റ്റബിൾമാർ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഭാര്യയെ തന്നെ വേണം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്നാൽ നീ പോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ ബീച്ചിലോ മറ്റോ പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് നീ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ ബീച്ചിൽ കറങ്ങിയിട്ടൊക്കെ നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഈ പറഞ്ഞത് തമാശയാണ്, ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് മഞ്ജുവും ചോദിക്കുകയാണ്. അങ്ങനെ ആ സംഭാഷണത്തിന് ശേഷം കാണിക്കുന്നത് അരവിന്ദാക്ഷൻ സാറിൻ്റെയും ബിജുക്കുട്ടൻ്റെയും കൂടെ മഞ്ജു അങ്ങനെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഫ്രാൻസിസ് സാർ അങ്ങോട്ട് വരികയാണ്. ഫ്രാൻസിസ് സാർ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ വീട്ടിലുണ്ടായ അപകടം അങ്ങനെ ഒരപകടം തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാമോ, അത് കരുതിക്കൂട്ടി പോലീസ് കുടുംബത്തോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഗിരി കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് പറയുമ്പോൾ, തൻ്റെ ഈ മനസ്സിൽ തോന്നിയതൊന്നും ആരോടും വിളിച്ച് പറയണ്ട, അങ്ങനെ മഞ്ജുവിനെ ഇല്ലാതാക്കാനാണെങ്കിൽ ഗിരി തന്നെ ഇത്രയും റിസ്ക് എടുത്ത് മഞ്ജുവിനെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് ഒന്നും പറയുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഗോപാൽജിയുടെ ഒരു ലോഡ് അതിൽ കൂടി വരികയാണ്. അപ്പോൾ വണ്ടി പിടിക്കുന്നു. അപ്പോൾ ഇത് എങ്ങോട്ട് കൊണ്ടുവന്നോ, ആരുടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാൽജിയുടെ ആണെന്ന് പറയുമ്പോൾ അവർ എന്നാൽ പോയിക്കോട്ടെ എന്ന് ഫ്രാൻസിസ് സാറൊക്കെ പറയുകയാണ്. അപ്പോൾ മഞ്ജു പറയുകയാണ്, എല്ലാവർക്കും നിയമം ഒരുപോലെയല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ നോക്കാതെ വിടുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറും സപ്പോർട്ട് ചെയ്ത് അവരത് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ പെട്ടിയിൽ മയക്കുമരുന്ന് കിട്ടുകയാണ്. അപ്പോൾ അയാൾ അതിനു തൊട്ട് മുമ്പ് പറയുന്നുമുണ്ട്, സാർ വെയിറ്റ് നിൽക്കുന്നതാണ് സഞ്ജയ് സാറിൻ്റെ ലോഡാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മയക്കുമരുന്ന് പിടിച്ചു കൂടുന്നത്. അതോടുകൂടി അത് സഞ്ജയ്ക്ക് അതൊരു കേസാവുകയാണ്. എന്നാൽ ഫ്രാൻസിസ് സാർ പെട്ടെന്ന് തന്നെ അയാളോട് ഓടി രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് അയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അയാളെ പിടികൂടാൻ അവർക്ക് സാധിക്കുന്നില്ല. അതേസമയം ഫ്രാൻസിസ് സാർ വേഗം പോയിട്ട് ആ വിവരം സഞ്ജയ് വിളിച്ച് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് തന്നെ മോനെ മാറിക്കോ, എന്നു മുതലാണ് ഇങ്ങനെ മയക്കുമരുന്ന് ബിസിനസ്സൊക്കെ തുടങ്ങിയത്, ഇത് ബുദ്ധിമുട്ടായി, എത്രയും പെട്ടെന്ന് തന്നെ നീ രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും അയാൾ വിളിച്ചു പറഞ്ഞത് കേൾക്കുകയാണ്. അപ്പോൾ അരവിന്ദാക്ഷൻ സാറും എന്നിട്ട് ഫ്രാൻസിസ് സാറിന് നല്ലൊരു അടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവും പറയുന്നു, വേറെ ഒന്നുമല്ല, ഇത്രയും വൃത്തികെട്ട ഒരു മയക്കുമരുന്ന് ബിസിനസ്സിനും കൂടി സാറ് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ, ഒരു മനസാക്ഷി ഇല്ലേ എന്നൊക്കെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് സാറ് അരവിന്ദാക്ഷൻ സാറിനോട് പറയുകയാണ്, എന്നെ ഈ തല്ലിയതിന് ഞാൻ നിങ്ങളോട് പകരം ചെയ്യും എന്ന് തന്നെ പറയുന്നു. സഞ്ജയ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചാച്ചു വരുന്നു. അപ്പോൾ ചാച്ചു കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, നീ എപ്പോഴും ഒരു തോൽവി തന്നെയാണല്ലോ, ഗോപാൽജി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, നീ എപ്പോഴും ഏട്ടൻ്റെ മുമ്പിൽ ഒരു തോൽവി തന്നെയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ വേറെ നിവൃത്തിയില്ല, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല, എത്രയും പെട്ടെന്ന് ചേട്ടനെ വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയുന്നിട്ട് ഗോപാൽജിയെ വിളിച്ച് പറയുകയാണ്. ഗോപാൽജി അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗിരിയെ അറിയിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഗോപാൽജിയെ വിളിച്ചു പറയുന്ന സമയത്ത് തന്നെ സഞ്ജയ് സ്വപ്നയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിൻ്റെ കൂട്ടുകാരിയുടെ ആരുടെയെങ്കിലും വണ്ടി എടുത്തിട്ട് നീ എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറയുന്നു. വേറെ ആരോടും പറയരുത്, നീ എന്നെയാണ് കാണാൻ വരുന്നതെന്ന് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നേരിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് മനസ്സിൽ ഓർക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രതികാരമെങ്കിലും ഗിരിയോടും മഞ്ജുവിനോടും ചെയ്യണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മുകുന്ദനെയുമാണ്. മഹിമയ്ക്ക് തൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ കഴിയാതെ അവിടെ അടുത്തൊരു സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ മുകുന്ദൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് പഠിക്കുന്നതാണ് കാണിക്കുന്നത്. മുകുന്ദൻ അവൾക്ക് കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുക്കുന്നു. എന്നിട്ട് പഠിക്കാനുള്ള നിൻ്റെ ഈ അവസ്ഥയും സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാവും, ഞാനും ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദൻ അകത്തേക്ക് പോയിട്ട് വേഗം തന്നെ നമ്മുടെ മഹിമയെ ഇംപ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ മഹിമ ശ്രദ്ധിക്കുന്നുണ്ടത്. മഹിമ ചോദിക്കുന്നു,
വക്കീൽ പോയിട്ട് പൗഡറൊക്കെ ഇട്ടുവന്നൊരു പൗഡറല്ല അത്. ഞാൻ കിച്ചണിൽ പോയപ്പോൾ മൈദ ആയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഗിരി വരികയാണ്. ഗിരി അപ്പോൾ മഹിമയോട് ഇതെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മഹിമയും പറയുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഞങ്ങൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ച് അറിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു. എൻ്റെ ചേച്ചിക്ക് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ശാലിനിക്കാണ് ആ ഭാഗ്യം ഇവിടെ എന്നൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതെല്ലാം അവൾ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എൻ്റെ അമ്മയാണ് വിളിച്ച് പറഞ്ഞതെന്ന് അറിയിക്കുന്നു. അപ്പോൾ തന്നെ ചാച്ചു ഗിരിയെ വിളിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.